സഭ വളരണമെങ്കിൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കാൻ തയ്യാറാവണം. നമ്മൾ നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിലായിരിക്കണം. പരിശുദ്ധാത്മാവാണ് ആളുകളെ സഭയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, സ്നാനത്തിലേക്ക് നയിക്കുന്നത്, സഭയിൽ കൂട്ടുവരുത്തുന്നത്. നമുക്ക് ആർക്കെങ്കിലും സഭയിൽ ആളുകളെ കൂട്ടുവരുത്താൻ പറ്റുമോ? സാധ്യമല്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. അതല്ല വചനം പറയുന്നത്, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല. അപ്പോൾ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല എങ്കിൽ അന്ന് സുവിശേഷം പറയണ്ട എന്നാണോ? നമ്മൾ സുവിശേഷം പറയണം. ദൈവത്തിൽ ആശ്രയിക്കണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം, വിശ്വസിക്കണം. അങ്ങനെ ആശ്രയിച്ചും വിശ്വസിച്ചും നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തും നമ്മൾ വിശ്വസ്തയോടുകൂടെ പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, പിതാവായ ദൈവം ചില കുടുംബങ്ങളെയും ആത്മാക്കളെയും ആകർഷിക്കാൻ തുടങ്ങും. അത് പിതാവായ ദൈവത്തിന്റെ ജോലിയാണ്. ഒരാൾ രക്ഷിക്കപ്പെടുന്നതിൽ, ഒരാൾ മാനസാന്തരപ്പെടുന്നതിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ജോലിയുണ്ട്. അതെന്താണെന്ന് അറിയാവോ? പിതാവ് ആകർഷിച്ചെങ്കിലാണ് ഒരാത്മാവ് യേശുവിൻ്റെ അടുക്കൽ, പുത്രന്റെ അടുക്കൽ വരികയുള്ളൂ. ഇന്ന് നമ്മൾ പുത്രന്റെ അടുക്കൽ, പുത്രന്റെ സഭയിൽ വന്നിരിക്കുന്നതിന് കാരണം സ്വർഗീയ പിതാവ് നമ്മളെ ആകർഷിച്ചതുകൊണ്ടാണ്. 2, പുത്രൻ വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമാണ് പിതാവിന് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. കണ്ടോ? പുത്രനും ഒരു ജോലിയുണ്ട്. പുത്രൻ ഇതാണ് പിതാവ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും, പിതാവിന് മനസ്സിലാകും. 3, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. അവൻ സകല സത്യത്തിൽ നമ്മൾ വഴി നടത്തും. കണ്ടോ? അപ്പൊ പിതാവിനും ജോലിയുണ്ട്, പുത്രനും ജോലിയുണ്ട്, പരിശുദ്ധാത്മാവിനും ജോലിയുണ്ട്. ത്രിയേക ദൈവം. ഇന്ന് പലർക്കും ട്രിനിറ്റി മനസ്സിലാകാത്തൊരു കാരണം എന്നറിയാമോ? യഹോവ സാക്ഷികളെ പോലുള്ളവർക്ക് പഠിച്ചിട്ടും തർക്കിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? എന്താണ് അവർക്ക് ഈ ട്രിനിറ്റി മനസ്സിലാകാത്തത്? വലിയ വിദ്യാഭ്യാസവും അറിവില്ലാത്ത നമുക്ക് മനസ്സിലായി ഇല്ലേ? പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ഭയങ്കര അറിവല്ലേ, ഭയങ്കര പഠിപ്പിക്കലല്ലേ? ഓരോ വചനത്തെയും കീറി നുറുക്കിയാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നിട്ടും പിതാവിനെ മനസ്സിലാവുന്നില്ല, പുത്രനെ മനസ്സിലാവുന്നില്ല, പരിശുദ്ധാത്മാവിനെ മനസ്സിലാവുന്നില്ല. അവരിപ്പോഴും പറയുന്നത് പിതാവ് മാത്രമാണ് ദൈവം, പുത്രൻ ഒരു കൊച്ചു ദൈവം, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു കൊച്ചു ശക്തി. തീർന്നു. എന്താ കാര്യം എന്നറിയാമോ? പിതാവ് അവരെ ആകർഷിച്ചിട്ടില്ല, പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് തൃത്വത്തെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സഭ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. നമ്മുടെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയണം. അത് നമ്മൾ ചെയ്തോളണം. ബാക്കി പ്രവർത്തിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ അപ്പത്തെ വെള്ളത്തിന്മീതെ എറിയുക. അത് നമ്മുടെ ജോലിയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. കർത്താവേ,
ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമാണ്. സകല മനുഷ്യരോടും ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവം, ആ സർവശക്തനായ പരിശുദ്ധാത്മാവ് നമ്മൾ ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ ഓരോ ഹൃദയങ്ങളിലും ഇടപെടുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് മാനസാന്തരം ഉണ്ടാകും, അവന് ദൈവഭയം ഉണ്ടാകും, പാപത്തെക്കുറിച്ചൊരു വെറുപ്പുണ്ടാകും. അപ്പോഴാണ് അവൻ യേശുവിന്റെ സുവിശേഷത്തിലേക്ക് വരുന്നത്, സഭയിലേക്ക് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സഭ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സമ്പൂർണമായും ആശ്രയിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക.